ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 34 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ വരുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ചെസ്റ്റ് സൈസൊക്കെ ആദ്യമായിട്ടാണ് പറയുന്നത്. എനിക്കങ്ങനെ പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം അങ്ങനെ ചെസ്റ്റ് സൈസൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കമൻറ്റിലൂടെ എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല കമൻറ്റ്സ് എല്ലാവരും നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള എന്ത് അഭിപ്രായങ്ങളായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 290 അപ്പോൾ അത് ഞാനിവിടെ യോക്ക് കട്ടിങ്ങിനായിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. തുണി ആദ്യം ഫുള്ളായിട്ട് നിവർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗവും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ ആ ഒരു അളവാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 11.5 ഇഞ്ച് അത് റൗണ്ടാക്കിയിട്ട് 12 ഇഞ്ചിലാണ് ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു 12 ഇഞ്ച് ഇതുപോലെ പിടിച്ചതിന് ശേഷം അതൊന്ന് ലെവലാക്കി കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ തുണി ബാലൻസ് പീസായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ആദ്യം യോക്കിൻ്റെ ആവശ്യത്തിനുള്ള തുണി എടുത്ത് മാറ്റി വെക്കുന്നത്. ഇതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ അരയിഞ്ചും പിന്നെ താഴത്തെ ജോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അരയിഞ്ചും അങ്ങനെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 14.5 ഇഞ്ചിലാണ് യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ 14.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് 4ആയിട്ട് ഈ തുണി ഫോൾഡ് ചെയ്തിടും. എന്നിട്ട് ആ തുണി മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് 4 ഫോൾഡിലിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സൈഡിൽ നിന്നൊക്കെ തുണി വേസ്റ്റായി പോകും. നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലായിടത്തേക്കും ഈ ഒരു സെയിം പീസ് തുണി തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടു. ഇനി ഈ ഒരു സ്ക്വയർ പീസിലുള്ള ആ ഒരു തുണി മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നിങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിസൈൻ നേരെ വരുന്ന രീതിക്ക് വെച്ചെടുക്കാം. അപ്പോൾ നല്ല ഭാഗം കുറച്ച് അധികം ചുളിവൊന്നും ഇല്ലാത്ത ഭാഗമൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കാം. ഇതുപോലെ നമ്മൾ ലെവലാക്കി വെച്ചു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം യോക്ക് ലെങ്ത്ത് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു, 14 ഇഞ്ച്. ഇനി നമുക്ക് ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമുക്ക് 6.25 ഇഞ്ചാണ് വരുന്നത്. 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് പോകുമ്പോൾ അരയിഞ്ച് പോകുമല്ലോ. നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ച് വെക്കാം. മാർക്കിങ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ. ഇത് കുറച്ച് ബിഗ്നേഴ്സിനൊക്കെ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്ലോ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ആദ്യം ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് വരുന്നത്. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് പിന്നെ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു മാർക്കിങ്ങിന് നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ, അതായത് നമ്മളുടെ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് 1/2 ഇഞ്ച് തൊട്ടിട്ടുള്ളതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ചൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിന് താഴത്തേക്ക് ഒരു 4 ഇഞ്ച് ഇതുപോലെ ആ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്യാം. നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമുക്ക് 8.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഡാർട്ട് ഇട്ട് കൊടുക്കാം ഷേപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
1 ഇഞ്ച്, അര ഇഞ്ചിൻ്റെ ഡാറ്റ ഇട്ട് കൊടുക്കാം, 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കാം. ഈ ടേബിളിൽ ചുളി വരുന്നുണ്ടാണ് മാർക്കിങ് ശരിയാവാതെ. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് ഒരു ഷേപ്പ് നമുക്ക് കർവ് വരച്ചു കൊടുക്കാം. യോക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തുണിക്കൊണ്ടിരിക്കാൻ വേണ്ടി അത് നമുക്ക് ഇങ്ങോട്ട് തയ്യൽ തുമ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിന് വെച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഒരു ഭാഗം നമുക്കിങ്ങനെ മാറ്റി വെക്കാം, അത് ബാക്ക് വശത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആം ഹോള് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ പകുതി കണ്ടില്ല, ആ ഒരു പോയിന്റിന് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പുതിയൊരു കർവ് ലൈൻ വരച്ചു കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 പോയിന്റ്സും ചേർന്നിട്ട് ഇത് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഈ ഒരു ലൈൻ കടന്നിട്ട് നമുക്ക് ഷേപ്പാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് അങ്ങ് പോയി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊരു വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 8.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. നമുക്ക് ബാക്കിയില്ല ഈ ഒരു തുണിയിൽ നിന്ന് നമ്മുടെ ഫുൾ ലെങ്ത്ത് നിന്ന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച യോക്കിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ബാക്കി പോർഷൻ സ്കേർട്ടിനായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കിവിടെ ഫുൾ ലെങ്ത്ത് വേണ്ടുന്നത് 43.5 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ 13.5 ഇഞ്ച് യോക്ക് ലെങ്ത്ത് കുറച്ചാൽ 30 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തുണി നമുക്കാദ്യം മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയില്ല ഇതിനകത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നൈറ്റി മെറ്റീരിയലാകുമ്പം വിഡ്ത്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇതാക്കാൻ കഴിയൂ. 2.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഇങ്ങനെ കുത്തനെ വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു വീതിയിൽ തന്നെ നമുക്ക് സ്കേർട്ടൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഡിസൈൻ മാറിയത് കൊണ്ടാണ്. നമുക്ക് 32.5 ഇഞ്ച് ഇതുപോലെ 4 മടക്കിയെടുക്കാം. ഇത്രയും ഭാഗം നമുക്ക് സ്കേർട്ടിന് ആവശ്യമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് സ്ലീവിന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷൻ മാറ്റി വെച്ചതിന് ശേഷമുള്ള ബാലൻസ് പീസാണിത്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് സ്ലീവ് ഫുള്ളായിട്ട് വെട്ടിയെടുക്കാൻ പറ്റില്ല, എന്തായാലും ജോയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് 6 ഇഞ്ച് വീതിക്കുള്ള ഒരു തുണി ജോയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് തുണി വെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ ഇതുപോലെ 6 ഇഞ്ച് വീതിയിൽ സെയിം ലെങ്ത്തിൽ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് അതിന് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇത്. എന്നിട്ട് ഇനി നമുക്കിത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് 4 മടക്കി കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂട്ടിയിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 13.5 ഇഞ്ച് ഉണ്ട്. അപ്പം മടക്കി തയ്ക്കാനെല്ലാം കുറച്ച് വീതിക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് 13.5 ഇഞ്ച് എടുത്താണ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈനാക്കിയിട്ട് വരച്ച് കൊടുക്കാം.
ഇവിടെ ലൈനാക്കി വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോയിലൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ ആം ഹോൾ മെഷർ ചെയ്തിരുന്നല്ലോ. അപ്പോൾ നമുക്ക് 8.25 ഇഞ്ചാണ് അതിൻ്റെ റൗണ്ട് കിട്ടിയിരുന്നത്. ആ 8.25 ഇഞ്ച് ഇതുപോലെ ടേപ്പ് കോർണറിൽ നിന്ന് ഈ 3.5 മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ടേപ്പ് വെച്ച് കൊടുക്കുമ്പം 8.25 ഇഞ്ച് ആ ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് അതൊരു ലൈനാക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതായത് ഈ ലൈനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ടേപ്പ് മടക്കി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ആദ്യം സെൻറ്ററായിട്ട് 2ആയിട്ട് ടേപ്പ് മടക്കി കൊടുക്കും. എന്നിട്ട് ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത അവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ ടാപ്പ് മടക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു പോയിന്റ് ഇടും. ഇനി അതേപോലെ അപ്പുറത്തെ സൈഡിലേക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്കിപ്പം 4 പോയിന്റ്സ് കിട്ടും. അപ്പം അതിൽ ഈ ഫസ്റ്റ് പോയിന്റിന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലെ പോയിന്റ് ഒന്നും ചെയ്യണ്ട. പിന്നെ അടുത്ത പോയിന്റിന് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതുപോലെ നമുക്ക് ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവ് കിട്ടും. ഇനി നമുക്ക് താഴെ എത്ര റൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ചവിടെ ഒന്ന് അളന്ന് നോക്കണം, നമ്മുടെ കറക്റ്റ് അളവ് തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഇത് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടുന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മറ്റേ 2 പോയിന്റ്സിലേക്കും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെറിയൊരു ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. ഇനി ബാലൻസ് വന്ന ഈ ചെറിയ കഷ്ണത്തിൽ നിന്ന് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസിങ്ങും പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ നിന്ന് കുറച്ച് ക്രോസ് പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ചെറിയൊരു കർവ് വരുന്ന വി ഷേപ്പാണ് കൊടുക്കുന്നത്. അത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനൊന്ന് മാർക്കിങ് കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. അത് ഈ വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല, അത് ഞാൻ പിന്നെയാണ് കണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫേസിങ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നെക്ക് വീതി കൂടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിന്ന് കുത്തി സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ വീയുടെ പോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ നീഡിൽ കുത്തി ഇറക്കിയിട്ട് പ്രഷർ ഫുട്ട് പൊന്തിച്ചതിന് ശേഷം നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള എക്സ്ട്രാ വന്ന ആ തുണി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് ഈ എക്സ്ട്രാ വന്ന ഫാബ്രിക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ സ്ക്വയറിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമേ. ഞാനിപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ ചെറുങ്ങനെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അത് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്തല്ല, നമ്മളിപ്പോൾ ഈ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് തുണീൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചെടുക്കുമ്പോൾ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിലത്തെ ഭാഗം ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഫ്രണ്ട് ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ക്രോസ് പീസസൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്രോസ് പീസ് ഇതുപോലെ നടുക്കേ കൂടെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് കർവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു നെക്കിൻ്റെ തയ്യൽ തുമ്പും ഇപ്പോൾ വെച്ചിട്ടുള്ള ആ ക്രോസ് പീസും ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ക്രോസ് പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കാം.
ഇനി നമ്മളിത് ബാക്കിലോട്ട് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതിന് മുന്നേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് ഭാഗം എടുത്ത് കൊടുത്തിട്ട് നല്ല വശവും ചേർത്തിട്ട് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, നെക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈനിൽ മാത്രം ക്രോസ് പീസിൻ്റെ കടത്തിയിട്ടല്ല, ക്രോസ് പീസും നെക്കുമായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. തുടങ്ങുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും കെട്ടിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നിവർത്തി കൊടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ അവിടെ തയ്യൽ തുമ്പൊന്നും കാണാതെ ഇതാ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. ഇതുപോലെ മറ്റേ ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കിലെ ക്രോസ് പീസിലെ അതവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് താഴെ ഭാഗം ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഏത് ഭാഗത്താണ് ഈ സ്ലീവ് വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമേ. ഇനി ഈ സ്ലീവ് ഒന്ന് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ആ ഭാഗത്തെ ഷോൾഡർ ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ നോട്ട്സ് ഇട്ട് കൊടുത്തായിരുന്നു. ആ നോട്ട്സുമായിട്ട് ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് വലിച്ചൊന്നും കൊടുക്കാണ്ട് ജസ്റ്റ് വെച്ച് പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റിൽ നിന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്ക് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുക, പിന്നെ അതേ തിരിച്ചു വെച്ചിട്ട് പിന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ അപ്പുറത്തെ വശത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യലായിരുന്നു ആദ്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബോഡി പാർട്ട് റെഡിയായി. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള ആ ഒരു തുണി എടുത്ത് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ പോയിന്റിലൊരു നോച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സ്കേർട്ട് പോർഷനിലേക്കായിട്ടുള്ള തുണിയുടെ സെൻറ്റർ പോർഷനും ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് സെൻറ്റർ പോയിന്റ്സ് തമ്മിൽ ആദ്യം നല്ല വശം ചേർത്തിട്ട് ആദ്യം ജോയിൻ ചെയ്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുടക്കത്തിൽ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലേക്കുമായിട്ട് ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ലാന്ന് തോന്നുന്നേ. ഈ യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ചെറിയൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ടക്കാണ്, ഒരു 1/2 ഇഞ്ചിൻ്റെ ടക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ടക്കിൻ്റെ അവിടെയാണ്. നമ്മൾ തുണി സെൻറ്റർ ടു സെൻറ്റർ ആദ്യം ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ തയ്യൽ തുമ്പ് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കും ഇതുപോലെ തുണി വെച്ച് കൊടുക്കുക. എനിക്ക് പറയാൻ കിട്ടുന്നില്ല, നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ നമ്മുടെ ആ ഒരു ടക്ക് വന്ന ഭാഗത്താണ് ഈ ഒരു എന്താ പറയുക തുണീൻ്റെ 2 പോയിൻറ്റ്സ് ജോയിൻ്റ് ആയിട്ട് വരേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കിത് ഉള്ളിലേക്ക് ഇത്രയും തുണി ഒരു പ്ലീറ്റ് പോലെ കിട്ടും. ഈ പ്ലീറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും കൂടി നമ്മളൊന്ന് ജസ്റ്റ് നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടക്കിൻ്റെ ആ പോയിന്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് പറഞ്ഞു തരാൻ എങ്ങനെയും കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ആ ഒരു ബോക്സ് പ്ലേറ്റിൻ്റെ ഇൻവെർട്ടഡ് ബോക്സ് പ്ലേറ്റ് ആണ്, അതിൻ്റെ ആ ഒരു പോയിന്റ് നമ്മളിപ്പോൾ ഇട്ടുകൊടുത്ത ആ ടക്കിൻ്റെ ആ പോയിന്റിലാണ് കിട്ടേണ്ടത്. ആ ഒരു രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലായിട്ട് 2 ഇൻവെർട്ടഡ് ബോക്സ് പ്ലേറ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പുറത്തെ ടക്കിൻ്റെ അവിടെയും സെയിം പോലെ തന്നെ നമ്മൾ ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. എനിക്കതെങ്ങനെ പറഞ്ഞു തരാൻ കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിക്കോ, ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട്
കണ്ടു നോക്കിയാൽ മതി, വേഗം മനസ്സിലായിക്കോളും. സിമ്പിളാണ്, ഞാൻ പറഞ്ഞ എന്തെല്ലോ ആക്കി പോയതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം ആ എക്സ്ട്രാ വരുന്ന തുണീൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ കൈ വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്റർ ഭാഗം നമ്മുടെ ആ ഒരു കൈയിൻ്റെ അവിടെയായിട്ട് മുട്ടിച്ച് പിടിക്കുക. എന്നിട്ട് ഇതൊന്ന് ലെവലാക്കിയിട്ട് ആദ്യം ഇവിടെ ഒരു പിന്ന് കൊടുക്കുക. എന്നിട്ട് അതേപോലെ അപ്പുറത്തെ ഭാഗത്തും ആ ഒരു ടക്കിൻ്റെ അവിടുത്തെ തുണിയിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് തൊട്ട് പിടിക്കുക. ആ ഒരു പ്ലേറ്റ് നമുക്ക് ആ ഒരു സൈഡിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒരു പിന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ പരിപാടിയാണ്. അയ്യോ, ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കിളി പോയിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കിട്ടുക. നമ്മുടെ ആ ഒരു ടക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ബോക്സ് പ്ലേറ്റ് വരും. ഇനി ഇതിൽ ഞാനൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തുണീൻ്റെ തന്നെ പീസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേറത്തൊരു തുണി വെച്ചിട്ടാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിലേ കിളി പോയിട്ടാണ് ഉള്ളത്. വേഗം പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. പോക്കറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്ക്. ഞാനിവിടെ കാർട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഷേപ്പിനനുസരിച്ചിട്ട് സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 43.5 ലെങ്ത്ത് വെച്ച് കൊടുക്കുന്നത്. 43.5 മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ചും കൂടി വിട്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സൈഡ് ഭാഗത്തേക്ക് കുറച്ചൊന്ന് കയറിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഒരു കർവ് വരുന്ന രീതിക്ക്. താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് ആണ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.